നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സന്നിധാനത്തിലെ സ്വർണ്ണപ്പാളികൾ അടിച്ചുമാറ്റിയ ദേവസ്വം ബോർഡിന് അയ്യപ്പസ്വാമി പണി കൊടുത്തു തുടങ്ങി. നിയമസഭാ സീറ്റ് വരെ നൽകി UDF അനുഗ്രഹിച്ചയാൾ കോഴി കൂവും തീരും മുമ്പ് തന്നെ പാർട്ടി വിട്ട് CPM-ൽ ചേർന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റായി മാറിയ വഞ്ചനയുടെ ഫലമാണ് അനുഭവിക്കാൻ പോകുന്നത്. അയ്യപ്പ സംഗമം നടത്തി സഖാക്കൾക്ക് കീശ വീർപ്പിക്കാൻ അവസരമൊരുക്കി കൊടുത്ത തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് 2 വർഷം കൂടി തുടർഭരണം ലഭ്യമാക്കാനുള്ള ഗൂഢപദ്ധതിയാണ് പൊളിയാൻ പോകുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെയും അംഗങ്ങളുടെയും കാലാവധി നീട്ടാൻ ആലോചന തുടങ്ങിയത് സംഗമത്തിന് മുമ്പാണ്. സംഗമം നടത്തി മുഖ്യമന്ത്രിയെ പ്രസാദിപ്പിച്ചതോടുകൂടി പ്രശാന്തിനും സംഘത്തിനും തുടർഭരണം ഉറപ്പായി. നിലവിലെ ബോർഡിന്റെ കാലാവധി ജൂൺ മുതൽ ജൂൺ വരെ ആക്കാനാണ് നീക്കം. നിയമസഭാ സമ്മേളനത്തിന് ശേഷം ഓർഡിനൻസ് കൊണ്ടുവന്ന് അടുത്ത സമ്മേളനത്തിൽ ബില്ലായി അവതരിപ്പിക്കാനായിരുന്നു നീക്കം. ശബരിമല സീസൺ തുടങ്ങുന്നതിന് തൊട്ടു മുൻപ് ബോർഡിന്റെ കാലാവധി തീരുകയും പുതിയ ഭരണസമിതി അധികാരമേൽക്കുകയും ചെയ്യുന്നതാണ് നിലവിലെ രീതി. ഭരണസമിതിയുടെ മാറ്റം അടുത്ത ശബരിമല സീസണിനെ ബാധിക്കും എന്നതാണ് സർക്കാരിന്റെ വാദം. നിലവിൽ 2 വർഷമാണ് ഭരണസമിതിയുടെ കാലാവധി. ഈ സ്വപ്നമാണ് ആറന്മുള വള്ളസദ്യയുടെ രൂപത്തിലെത്തി തകർന്ന് തരിപ്പണമായത്. ദേവസ്വം മന്ത്രി VN വാസവനെതിരെ ദേവസ്വം ബോർഡ് തന്നെ ആചാര ലംഘനം ആരോപിച്ചിട്ടുണ്ട്. ഇതാണ് കാലുമാറ്റക്കാരന്റെ ബോർഡിന് വിനയായി മാറിയത്. ആറന്മുള അഷ്ടമിരോഹിണി വള്ളസദ്യ ആരുടെയെങ്കിലും വിവാദ സൃഷ്ടിയാണോ ആണ് എന്ന CPM വാദം പൊളിച്ച് അടുക്കിയിരിക്കുകയാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ തന്ത്രി. വിവാദം ചിലർ ഉണ്ടാക്കിയതാണെന്നും സംഘപരിവാർ മാധ്യമങ്ങൾ അതിന് പ്രചാരണം നൽകിയെന്നുമുള്ള CPM വിശദീകരണം ക്ഷേത്രം തന്ത്രിയും ഉപദേശക സമിതിയും രംഗത്ത് വന്നതോടുകൂടി പൊളിഞ്ഞു. വള്ളസദ്യ ദേവസ്വം ബോർഡ് അടിച്ചുമാറ്റാൻ ശ്രമിക്കുകയാണ് എന്ന ആക്ഷേപവുമായി പള്ളിയോട് സേവാ സംഘവും രംഗത്തെത്തി. കൃത്യമായ ആചാര ലംഘനം നടത്തുന്നുവെന്ന ഉപദേശക സമിതി പറയുമ്പോൾ കീഴ്വഴക്കം മാത്രമാണ് ഉണ്ടായത് എന്നാണ് പള്ളിയോട സേവാ സംഘം പ്രസിഡന്റിന്റെ നിലപാട്. തനിക്ക് മുമ്പിൽ ലഭിച്ച വിവരങ്ങളും ദേവസ്വം ബോർഡിന്റെ കത്തും നോക്കിയാണ് പരിഹാസം നിർദ്ദേശിച്ചത് എന്ന് തന്ത്രിയും പറയുന്നു. അഷ്ടമിരോഹിണി വള്ളസദ്യയിൽ ആചാരലംഘനം നടത്തുന്നതായി ക്ഷേത്ര ഉപദേശക സമിതി പത്തനംതിട്ട പ്രസ് ക്ലബിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ ആരോപിച്ചു. വള്ളസദ്യയ്ക്ക് സമീപം ദീപം തെളിയിച്ച മന്ത്രി അടക്കമുള്ള വിശിഷ്ട അതിഥികൾ സദ്യ വിളമ്പുന്നത് രാവിലെ 10:45-നാണ്. ഈ സമയത്ത് തന്ത്രിയുടെ നേതൃത്വത്തിൽ കളഭാഭിഷേകത്തിനുള്ള കലശപൂജ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കളഭാഭിഷേകത്തിന് ശേഷം ഉച്ചപൂജയ്ക്കുള്ള നിവേദ്യം എഴുന്നള്ളിക്കുന്നത്. അതും കഴിഞ്ഞേ സദ്യ പാടുള്ളൂ. എന്നാൽ ഇത് പാലിക്കാതെയാണ് പള്ളിയോട സേവാ സംഘം ഭാരവാഹികൾ സദ്യ വിളമ്പിയത് എന്ന് ആറന്മുള ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികൾ പറയുന്നു. പൂജ കഴിഞ്ഞല്ലെന്ന വിവരം പള്ളിയോട സേവാ സംഘത്തെ അറിയിച്ചെങ്കിലും ഇത് പരിഗണിച്ചില്ല. തുടർന്ന് ക്ഷേത്ര ഉപദേശക സമിതി യോഗം ചേരുകയും ഇക്കാര്യത്തിൽ തന്ത്രിയുടെ അഭിപ്രായം തേടി കത്ത് നൽകുകയും ചെയ്തു. ദേവസ്വം ബോർഡിനും പരാതി നൽകി. ഇതിന്റെ തുടർച്ചയായി ദേവസ്വം ബോർഡ് തന്നെ തന്ത്രിക്ക് കത്ത് നൽകി. ഇതിനുള്ള മറുപടിയാണ് തന്ത്രി പരിഹാര ക്രിയകൾ നിർദ്ദേശിച്ചത്. ഇവ പള്ളിയോട സേവാ സംഘത്തിന്റെ ചെലവിൽ വൃശ്ചികം 1-ന് മുമ്പ് തന്നെ നടത്തണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ ദേവസ്വം മന്ത്രി VN വാസവനും മറ്റ് വിശിഷ്ടാതിഥികൾക്കും വീഴ്ചയുണ്ടെന്ന് കരുതുന്നില്ല. ക്ഷേത്ര ചടങ്ങുകളെക്കുറിച്ച് കൃത്യമായ ധാരണ അവർക്കുണ്ടാകണമെന്നില്ല. പിഴവ് സംഭവിച്ചത് പള്ളിയോട സേവാ സംഘത്തിനാണെന്നും ഇവർ പറയുന്നു. ആറന്മുള ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് വിജയൻ നടമംഗലത്ത്, സെക്രട്ടറി ശശി കണങ്കേരി, ശ്രീജിത്ത് വടക്കേടത്ത്, രാജശേഖരൻ നായർ, ശ്രീകുമാർ അലങ്ങാട്, മരുമകൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ആചാര ലംഘന വിവാദത്തിന് പിന്നിൽ ഗൂഢാലോചന സംശയിക്കുന്നതായി പള്ളിയോട സേവാ സംഘം പ്രസിഡന്റ് KV സാംബദേവൻ പറയുന്നു. ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ തിരുത്തും. എന്നാൽ ദേവസ്വം മന്ത്രി പങ്കെടുത്ത ആചാരപരമായിട്ടുള്ള വള്ളസദ്യ അല്ല. അതിഥികൾക്ക് മാത്രമായി സദ്യ നേരത്തെ വിളമ്പിയത് തെറ്റാണെങ്കിൽ തിരുത്തും. മുൻപും അതിഥികൾക്ക് മാത്രമായി ഊട്ടുപുരയിൽ സദ്യ നേരത്തെ വിളമ്പിയിട്ടുണ്ട്. ഇപ്പോൾ വിഷയം വിവാദമാക്കുന്നത് വള്ളസദ്യ നടത്തിപ്പിൽ നിന്നും പള്ളിയോട സേവാ സംഘത്തെ ഒഴിവാക്കാനുള്ള നീക്കമാണ്. ക്ഷേത്ര ഉപദേശക സമിതിയും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ഗൂഢാലോചന നടത്തിയെന്ന് സംശയിക്കുന്നതായും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ആറന്മുള വള്ളസദ്യ ആചാര ലംഘനവുമായി ബന്ധപ്പെട്ട് പരിഹാരക്രിയ ആവശ്യപ്പെട്ടത് ദേവസ്വം ബോർഡ് ആണ് എന്ന് ക്ഷേത്രം തന്ത്രി പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാട് പറഞ്ഞത്. ക്ഷേത്രം ഉപദേശക സമിതി ആചാര ലംഘനം നടത്തുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി കത്ത് നൽകിയിരുന്നു. എന്നാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് ക്ഷേത്രത്തിന്റെ കസ്റ്റോഡിയൻ എന്നിരിക്കെ അവർ ആവശ്യപ്പെടണമെങ്കിൽ മറുപടിയാണ് നൽകേണ്ടത്. തുടർന്ന് അസിസ്റ്റന്റ് കമ്മീഷണറുടെ കത്ത് ലഭിച്ചു. ഇതിൽ നൽകിയ മറുപടിയാണ് പരിഹാരക്രിയകൾ നിർദ്ദേശിച്ചതെന്നും തന്ത്രി പറയുന്നു. മന്ത്രി വീണ ജോർജ് അടക്കമുള്ളവർക്ക് ഇത്തരത്തിൽ സദ്യ വിളമ്പിയിട്ടുണ്ട്. വിഷയം
വിവാദമാകുന്നത് വള്ളസദ്യ നടത്തിപ്പിൽ നിന്ന് പള്ളിയോട് സേവാ സംഘത്തെ ഒഴിവാക്കാനാണ്. ക്ഷേത്ര ഉപദേശക സമിതിയും ദേവസ്വം ബോർഡും ഗൂഢാലോചന നടത്തിയെന്നും സാമ്പദേവൻ ആരോപിച്ചു. ആവർത്തിച്ച് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ചോദ്യത്തിന് മറുപടിയായി തന്ത്രി ദേവസ്വത്തിന് പ്രായച്ചിത്തം എഴുതി നൽകിയത്. സ്വന്തം ഇഷ്ടപ്രകാരമുള്ള മറുപടിയല്ല എന്ന് തന്ത്രി പറഞ്ഞിട്ടുണ്ടെന്നും സാമ്പദേവൻ വ്യക്തമാക്കി. സെപ്റ്റംബർ 14 നടന്ന അഷ്ടമിരോഹിണി വള്ളസദ്യ ദേവനീതിക്ക് മുമ്പ് ദേവസ്വം മന്ത്രിക്ക് VN വാസവൻ വിളമ്പിയത് ആചാര ലംഘനമെന്ന് കാണിച്ചാണ് ദേവസ്വം ബോർഡിന് തന്ത്രി കത്ത് നൽകിയത്. ദേവസ്വം ബോർഡിന് അയച്ച കത്തിൽ പരിഹാരക്രിയയും നിർദ്ദേശിച്ചിട്ടുണ്ട്. നിവേദ്യ ചടങ്ങുകൾ ക്ഷേത്രത്തിൽ പൂർത്തിയാകും മുമ്പ് ദേവസ്വം മന്ത്രി ഉൾപ്പെടെ ആനക്കൊട്ടിലിൽ എത്തിയ വള്ളസദ്യയുടെ ഉദ്ഘാടനം നിർവഹിച്ചെന്ന ആക്ഷേപം നേരത്തെ ഉയർന്നിരുന്നു. ദേവനീതിക്കും മുമ്പ് ദേവസ്വം മന്ത്രിക്ക് വിളമ്പിയത് ആചാര ലംഘനമാണെന്നും വിമർശനമുയർന്നു. പള്ളിയോട് സേവാ സമിതി ഉൾപ്പെടെ ആരോപണം തള്ളിയിരുന്നു. ആചാര ലംഘനം നടന്നില്ലെന്നായിരുന്നു സമിതിയുടെ വിശദീകരണം. മന്ത്രിക്കും മറ്റുള്ളവർക്കും മറ്റ് തിരുത്തുകൾ ഉണ്ടായിരുന്നെന്നാണ് ആദ്യം സദ്യ വിളമ്പിയതെന്നും അവർ വിശദീകരിച്ചു. എന്നാൽ ആറന്മുള ക്ഷേത്രത്തിന്റെ ചുമതലയുള്ള തന്ത്രി പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാട് ഒക്ടോബർ 12 ദേവസ്വം ബോർഡിന് അയച്ച കത്തിൽ ഗുരുതര ആചാര ലംഘനം നടന്നുവെന്ന് പറയുന്നു. ഉച്ചപൂജയ്ക്ക് മുമ്പ് സദ്യ വിളമ്പിയെന്നും അത് ആചാരത്തിന് വിരുദ്ധമാണെന്നും കത്തിൽ പറയുന്നു. ഇതിൽ പരിഹാരക്രിയ ചെയ്യണമെന്നും തന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശബരിമലയിൽ ആചാര ലംഘനത്തിന് കൂട്ടുനിന്ന ശേഷം ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിനെതിരെ പ്രതിഷേധം ഉയർന്നതോടുകൂടിയാണ് ഭക്തരുടെ കണ്ണിൽ പൊടിയിടാൻ പുതിയ തന്ത്രവുമായി ദേവസ്വം ബോർഡ് രംഗത്തെത്തിയത്. ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിലെ ഭരണഘടനാ ബെഞ്ചിലെ പുനർപരിശോധനാ ഹർജിയിൽ ആചാരങ്ങൾ വ്യക്തമാക്കി സത്യവാങ്മൂലം നൽകുമെന്ന പ്രചാരണത്തിന് പിന്നിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS പ്രശാന്താണ്. അയ്യപ്പ ഭക്ത സംഗമം നടത്തുന്നതിന് മുമ്പ് ശബരിമലയിലെ ആചാര ലംഘനത്തിനും ഭക്തരോട് കാട്ടിയ ക്രൂരതകൾക്കും സർക്കാർ മാപ്പ് പറയണമെന്ന് വിവിധ കോണിൽ നിന്ന് ആവശ്യമുയർന്നതോടെയാണ് ഭക്തരുടെ കണ്ണിൽ പൊടിയിടാൻ പുതിയ നീക്കവുമായി രംഗത്തെത്തിയത്. NSSും BJPയും ഇതേ ആവശ്യം ഉന്നയിച്ചിരുന്നു. ദേവസ്വം ബോർഡിന് മുന്നിലുണ്ടായിരുന്നത് അയ്യപ്പ സംഗമത്തിന്റെ വിജയം മാത്രമാണ്. അയ്യപ്പ സംഗമത്തിനെതിരെ പ്രതിഷേധങ്ങൾ ശക്തമായതിന് പിന്നാലെയാണ് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രശാന്ത്, അംഗങ്ങളായ അഡ്വക്കേറ്റ് PD സന്തോഷ് കുമാർ, അഡ്വക്കേറ്റ് A അജിത് കുമാർ എന്നിവർ വാർത്താ സമ്മേളനം വിളിച്ചത്. ശബരിമല ആചാര ലംഘന വിഷയത്തിൽ സുപ്രീം കോടതിയിൽ കൈക്കൊണ്ട നിലപാട് മാറ്റണമെന്ന ആവശ്യത്തോടുള്ള ചോദ്യത്തിന് ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമെന്നായിരുന്നു മറുപടി. ഇത്തരം കാര്യങ്ങളിൽ മുഖ്യമന്ത്രിയുടെ തീരുമാനമാണ് മുഖ്യം. മുഖ്യമന്ത്രി അറിയാത്ത ഒരു നയം CPM സർക്കാരിലില്ല. ദേവസ്വം മന്ത്രി VN വാസവനും ഇക്കാര്യം അറിയില്ല. മുഖ്യമന്ത്രി തന്റെ പഴയ നിലപാട് തിരുത്തില്ല. നിയമവിരുദ്ധമായി കൂടിയാലോചിച്ച് ശബരിമലയിലെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും സംബന്ധിച്ച് സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമെന്നാണ് ബോർഡ് പ്രസിഡന്റ് പറയുന്നത്. നിയമവിദഗ്ധരുമായി കൂടിയാലോചിക്കണം. ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ എന്താണ് എന്ന് അറിയാമല്ലോ എല്ലാവർക്കും. അവ സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്താൻ പരിശ്രമിക്കുമെന്നുമുള്ള ഒഴുക്കൻ മറുപടിയാണ് അന്ന് നൽകിയത്. എന്നാലും അയ്യപ്പ സംഗമം നടന്ന സെപ്റ്റംബർ 20 മുൻപ് സത്യവാങ്മൂലം ദേവസ്വം ബോർഡ് സുപ്രീം കോടതി നൽകി എന്ന വ്യക്തമായിരുന്നില്ല. ഇത് സംബന്ധിച്ച് ദേവസ്വം ബോർഡ് കൂടിയാലോചന ഇതുവരെ നടത്തിയിട്ടില്ല. കൂടാതെ പുനർപരിശോധന ഹർജിയിൽ നേരത്തെ നൽകിയതിന് നിന്നും മലക്കം മറിഞ്ഞുള്ള സത്യവാങ്മൂലം നൽകിയാൽ കോടതി പരിഗണിക്കണമെന്നുമില്ല. മാത്രമല്ല PS പ്രശാന്തിന്റെ കാലാവധി നവംബർ 14 അവസാനിക്കും. പുതിയ പ്രസിഡന്റ് വരുന്നതോടുകൂടി സത്യവാങ്മൂലത്തിലെ നിലപാടുകൾ മാറിമറിയും. സർക്കാർ സത്യവാങ്മൂലം മാറ്റി നൽകാതെ ബോർഡിന്റെ പുതിയ വാദത്തിന് ബലം ഉണ്ടാവുകയുമില്ല. 2018 സെപ്റ്റംബർ 28 വിധിക്ക് ശേഷം ശബരിമലയിൽ ആചാര ലംഘനം നടത്തുകയും 4000-ലധികം ഭക്തർക്കെതിരെ 2000-ലധികം കേസുകൾ എടുക്കുകയും ചെയ്തിരുന്നു എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പ്രശാന്തിനെ തുടർന്നാൽ അനുവദിക്കരുത് എന്ന് മന്ത്രി പറഞ്ഞാൽ മുഖ്യമന്ത്രി അതിന് കീഴിൽ ഒപ്പിടും. ഏതായാലും പ്രശാന്തിന് ഇത് ശനിദശയാണ്.